തെലങ്കാനയിലെ സംഗറെഡ്ഡി എന്ന ജില്ലയിൽ അമീൻപൂരിയിലെ ശാന്തമായ ആ രാഘവേന്ദ്ര കോളനിയിൽ പുലർച്ചെ 3 മണിയോടുകൂടി രാത്രിയുടെ ആ നിശബ്ദതയെ ഭേദിച്ച് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, ഒരു ബഹളം കേട്ടു. ആ പ്രദേശവാസിയായിരുന്ന ചിന്നയ്യ എന്നയാളുടെ ബഹളമായിരുന്നു അത്. ഭയത്താൽ വിളറിയ മുഖം, പരിഭ്രാന്തി കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദം. അയാൾ അയൽവാസിയുടെ വീടിന് മുൻപിൽ ചെന്ന് ഭ്രാന്തമായി ആ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു. അയൽക്കാർ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ ചിന്നയ്യ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. തൻ്റെ വീട്ടിലേക്ക് ഉടൻ തന്നെ വരണം എന്ന് ചിന്നയ്യ അയൽവാസിയോട് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അയൽക്കാരും അയാളുടെ പുറകെ പോയി. ചിന്നയ്യയുടെ വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ അയാളുടെ ഭാര്യയായ രജിത വേദന കൊണ്ട് പുളയുകയായിരുന്നു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രജിത ആ സമയം. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത്താഴത്തിന് വേണ്ടി തയ്യാറാക്കിയ തൈരും ചോറും അടങ്ങിയ ഒരു ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവൾക്ക് അസുഖം വന്നതാണെന്ന് ചിന്നയ്യ പറഞ്ഞു. ഒരുപക്ഷെ ഭക്ഷ്യ വിഷബാധയായിരിക്കാം എന്ന് കരുതി അയൽക്കാർ രജിതയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതേസമയം ചിന്നയ്യ ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. അവരുടെ 3 കുട്ടികൾ ഇപ്പോഴും വീടിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് അറിയിച്ചു. പക്ഷെ അവരൊന്നും പ്രതികരിക്കുന്നില്ല. ഏറ്റവും മോശമായ ആ ഒരു അവസ്ഥയെ ഭയന്ന അയൽക്കാർ കുട്ടികളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സത്യത്തിൽ അവർ ആ സമയം കണ്ട കാഴ്ച ഒരു പേടി സ്വപ്നമായിരുന്നു. 3 കുട്ടികളും അവരുടെ കിടക്കയിൽ അനങ്ങാതെ കിടക്കുകയാണ്. കുട്ടികളെ ഉണർത്താനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും വിഫലമായി. നാടിമിടിപ്പില്ല, ശ്വാസമില്ല, ഒന്നുമില്ല. ആ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ അയൽക്കാർ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. എന്ത് ചെയ്യണം എന്നറിയാത്ത വല്ലാത്ത ദുഃഖത്തിലായിരുന്ന ചിന്നയ്യ കുട്ടികളെ എടുത്തുകൊണ്ട് ഉടനെ ഗാന്ധി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ 3 കുട്ടികളെയും പരിശോധിച്ചു. എന്നാൽ അവസാനം അവർ വന്ന് പറഞ്ഞത് 3 പേരും മരിച്ചുവെന്നാണ്. വിവരമറിഞ്ഞ പോലീസുകാർ ഉടൻ തന്നെ സ്ഥലത്തെത്തി. എന്ത് സംഭവിച്ചുവെന്ന് അവിടെ കരഞ്ഞുകൊണ്ട് നിന്ന് ചിന്നയ്യയോട് പോലീസ് ചോദിച്ചു. ഒരു ഞെട്ടലോടെയാണെങ്കിലും രാത്രി നടന്ന എല്ലാ സംഭവങ്ങളും ചിന്നയ്യ വിവരിച്ചു. താൻ വാട്ടർ ടാങ്ക് ഡ്രൈവറായി ജോലി നോക്കുകയാണ്. സംഗറെഡ്ഡിയിൽ നിന്ന് ചന്ദ്രനഗറിലേക്ക് ഒരു ടാങ്കർ എത്തിക്കാൻ തന്റെ കമ്പനിയിൽ നിന്നും തനിക്കൊരു കോൾ ലഭിച്ചതിനെ തുടർന്ന് രാത്രി 10 മണിക്ക് താൻ ജോലിക്ക് പോയി എന്ന് അയാൾ പറഞ്ഞു. പുലർച്ചെ 3 മണിയോടുകൂടി തിരികെ എത്തിയപ്പോൾ ഭാര്യ വേദന കൊണ്ട് പുളയുന്നതായിരുന്നു താൻ കണ്ടത്. ഞെട്ടിപ്പോയ താൻ പെട്ടെന്ന് തന്നെ വീടിനുള്ളിലേക്ക് കയറി എന്ത് പറ്റിയെന്ന് ഭാര്യയോട് ചോദിച്ചു. കടയിൽ നിന്നും വാങ്ങിയ തൈര് ഉപയോഗിച്ചുണ്ടാക്കിയ തൈര് ചോറ് കഴിച്ചതിന് ശേഷം താനും കുട്ടികളും രോഗബാധിതരായി എന്ന് രജിത തന്നോട് പറഞ്ഞുവെന്ന് ചിന്നയ്യ പറഞ്ഞു. ഉടനെ അയാൾ തിരിഞ്ഞ് കുട്ടികളെ നോക്കി. 3 പേരും കട്ടിലിൽ യാതൊരു ചലനവുമില്ലാതെ കിടക്കുകയാണ്. ഇപ്പോൾ ചിന്നയ്യക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയം ആരെ സഹായത്തിന് വിളിക്കണമെന്നും അറിയില്ല. ഭാര്യ കുഴഞ്ഞു വീഴുന്നതിന് മുൻപ് കുട്ടികളെ പരിശോധിക്കാൻ ചിന്നയ്യോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചിന്നയ്യ ഉടനെ വീടിന് പുറത്തേക്ക് ഓടി വന്നു. വല്ലാത്തൊരു ഭയത്തോടും പരവേശത്തോടും കൂടി അയൽവാസിയുടെ വീടിന് മുൻപിൽ വന്ന് വാതിൽ മുട്ടാൻ തുടങ്ങി. ഇത്രയും കേട്ട പോലീസ് ചിന്നയ്യോട് വീണ്ടും ചോദിച്ചു, രാത്രി നിങ്ങൾ ഏത് ഭക്ഷണമാണ് കഴിച്ചത് എന്ന്. അതിന് ചിന്നയ്യ പറഞ്ഞത്, ഞാൻ ജോലിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ഭാര്യ ഭക്ഷണം പാക്ക് ചെയ്ത് തന്നിരുന്നു. പക്ഷെ തിരക്ക് കാരണം കഴിക്കാൻ സമയം കിട്ടിയില്ല. അന്നത്തെ ദിവസത്തെ അത്താഴം താൻ കഴിച്ചില്ല എന്നാണ് ചിന്നയ്യ പറഞ്ഞത്. കൂടാതെ സാധാരണ ഏകദേശം 2.5 മണിക്കൂർ മാത്രം എടുക്കുന്ന യാത്രയ്ക്ക് അന്നത്തെ ദിവസം ചിന്നയ്യക്ക് 5 മണിക്കൂർ വേണ്ടി വന്നു. ഇതെല്ലാം കേട്ട പോലീസിന് അദ്ദേഹം പറയുന്ന ഈ കഥയിൽ ഒരു സ്ഥിരതയുള്ളതായി തോന്നിയെങ്കിലും അത് വീണ്ടും സംശയം ജനിപ്പിച്ചു. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന ചിന്നയ്യ ഏത് ജോലി തിരക്കിനിടയിലും കെട്ടിപ്പൊതിഞ്ഞു കൊടുത്തയച്ച ഭക്ഷണം കഴിക്കുന്ന ചിന്നയ്യ എന്തുകൊണ്ട് അന്ന് മാത്രം കഴിച്ചില്ല? എന്തുകൊണ്ടാണ് അദ്ദേഹം മാത്രം ബാധിക്കപ്പെടാതിരുന്നത്? ഒരു ലളിതമായ ഭക്ഷ്യവിഷബാധ 3 മരണങ്ങൾക്ക് കാരണമായത് എന്തുകൊണ്ട്? ഇങ്ങനെ പല ചോദ്യങ്ങളായിരുന്നു പോലീസിന്റെ മനസ്സിൽ വന്നത്. എന്നാൽ ഇവയ്ക്കുള്ള ഉത്തരത്തിനായി പോലീസിന് ഏറെ ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. മരിച്ചുപോയ 3 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഈ ദുരൂഹതയെല്ലാം വർദ്ധിച്ചു. 3 പേരും മരിച്ചത് ഭക്ഷ്യവിഷബാധ മൂലം അല്ല, ശ്വാസം മുട്ടൽ മൂലമാണ്. ഈ റിപ്പോർട്ടായിരുന്നു പോലീസുകാരെ മുഴുവനും ഞെട്ടിച്ചത്. ആദ്യം ഒരു ദാരുണമായ അപകടമാണെന്ന് കരുതിയത് ഇപ്പോൾ ഒരു കൊലപാതക അന്വേഷണമായി മാറി. അതേസമയം തന്നെ രജിതയെ പനീഷ്യ മെറിഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ഡോക്ടർമാർ ചികിത്സ നൽകി അവളുടെ വയറ് കഴുകി. അതിശയകരമെന്ന് പറയട്ടെ, അവളുടെ അവസ്ഥ വളരെ വേഗത്തിൽ മെച്ചപ്പെട്ടു. അവളുടെ ടോക്സിക്കോളജി റിപ്പോർട്ടുകൾ സാധാരണ നിലയിലായി. വിഷത്തിന്റെ ഒരു അംശം പോലും കണ്ടെത്തിയില്ല. ഇത് ഡോക്ടർമാർക്ക് പോലും വല്ലാത്തൊരു അത്ഭുതത്തിന് കാരണമായി. തുടർന്ന് ചിന്നയ്യ ആശുപത്രിയിൽ എത്തിയപ്പോൾ ബോധം വീണ്ടെടുത്ത രജിത കുട്ടികളെക്കുറിച്ച് ചോദിച്ചു. ഒരുപക്ഷെ കുട്ടികൾ മരിച്ചുവെന്ന വിവരം അറിഞ്ഞാൽ ആ ഷോക്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ഭയന്ന ഡോക്ടർമാർ കുട്ടികളുടെ മരണവാർത്ത അവളിൽ നിന്നും മറച്ചുവെച്ചു.
എന്നാൽ അപ്പോഴും പോലീസിനുണ്ടായിരുന്ന ഒരു ചോദ്യം, കുഞ്ഞുങ്ങളെ ആരാണ് ശ്വാസം മുട്ടിച്ചു കൊന്നത്? അത് ചിന്നയാണോ അയാളുടെ ഭാര്യയായ രജിതയാണോ? ഒടുവിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോൾ ഡീറ്റെയിൽസ് രേഖകൾ പരിശോധിച്ചപ്പോൾ ചിന്നയുടെ കോൾ ഡീറ്റെയിൽസിൽ നിന്നും അവർക്ക് സംശയിക്കത്തക്ക യാതൊരു വിവരവും ലഭിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 6 മാസമായി രജിത ഒരു നമ്പറിൽ പതിവായി സംസാരിക്കുന്നുണ്ടെന്ന് അവർ കണ്ടെത്തി. നൽഗൊണ്ട ജില്ലയിൽ നിന്നുള്ള ഒരു സ്വകാര്യ സ്ഥാപന ജീവനക്കാരനായ ശിവകുമാറിന്റെ നമ്പറിലേക്കാണ് അവളുടെ കോളുകൾ പോയത്. അവർ തമ്മിൽ ഒരുപാട് ചാറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ ചാറ്റുകൾ ഒരു നീണ്ട പ്രണയ ബന്ധത്തെ തന്നെ വെളിപ്പെടുത്തി. പോലീസിനിപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായി. എങ്കിലും അവർക്ക് ഒന്നുകൂടെ സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിനാൽ നേരിട്ട് രജിതയെ കാണാൻ തന്നെ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി രജിതയുടെ വീട്ടിലേക്ക് തന്നെ പോലീസുകാർ എത്തി. അപ്പോഴത്തേക്കും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി രജിത സ്വന്തം വീട്ടിലേക്കും വന്നിരുന്നു. പോലീസ് ആ വീട്ടിലേക്ക് കടന്നപ്പോൾ കുറേയേറെ ബന്ധുക്കളും അയൽവാസികളും രജിതയ്ക്ക് ചുറ്റുമിരുന്ന് അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. പോലീസ് എല്ലാവരെയും പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അവർക്ക് ലഭിച്ച തെളിവുകളെല്ലാം നിരത്തിവെച്ച് രജിതയോട് സത്യം പറയാൻ ആവശ്യപ്പെട്ടു. പോലീസുകാർ പ്രതീക്ഷിച്ചതും എന്നാൽ ഒരിക്കലും ഇതൊന്നും സത്യമാകരുതേ എന്ന് ചിന്തിച്ച ഭയാനകമായ ഒരു സത്യമായിരുന്നു അവൾ സമ്മതിച്ചത്. രജിത 12ാം ക്ലാസ് പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ 18 വയസ്സുള്ളപ്പോൾ ചിന്നയെ വിവാഹം കഴിച്ചു. അന്ന് അയാൾക്ക് 38 വയസ്സായിരുന്നു. തന്നേക്കാൾ 20 വയസ്സ് കൂടുതലായിരുന്നു. പിന്നീട് അവൾ ഒരു സ്വകാര്യ സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കി. അയാൾ അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്ക് ഒരിക്കലും വൈകാരികമായോ ശാരീരികമായോ അയാളുമായി ഒരു അടുപ്പം തോന്നിയില്ല. ഇങ്ങനെ വിവാഹശേഷം അവർക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു: സായ് കൃഷ്ണ, മധുപ്രിയ, ഗൗതം. എന്നാൽ ഈ കുട്ടികളുടെ ജനനത്തിന് ശേഷം പോലും തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ജീവിതത്തിൽ അവൾക്ക് നീരസം തോന്നി തുടങ്ങി. സത്യം പറഞ്ഞാൽ അവൾ ആ കുടുംബ ജീവിതത്തിൽ ജീവിക്കുകയായിരുന്നില്ല, അഭിനയിക്കുകയായിരുന്നു. സംഭവം നടക്കുന്നതിന് 6 മാസത്തിന് മുൻപ് ഒരു സ്കൂൾ റീയൂണിയനിൽ വെച്ച് അവൾ തൻ്റെ മുൻ സഹപാഠിയായ ശിവയെ കണ്ടുമുട്ടി. ആ ഒരു കൂടിക്കാഴ്ച പലതിലേക്കും നയിച്ചു. താമസിയാതെ അവരുടെ പതിവ് സംഭാഷണങ്ങൾ ഒരു പ്രണയ ബന്ധത്തിലേക്ക് നയിച്ചു. താമസിയാതെ അവർ ശാരീരിക ബന്ധത്തിലുമായി. അധികം വൈകാതെ രജിത അയാളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു. പക്ഷേ ശിവയ്ക്ക് ഒരു നിബന്ധനയുണ്ടായിരുന്നു. ഭർത്താവിനെ മാത്രമല്ല, കുട്ടികളെയും ഉപേക്ഷിച്ചാൽ മാത്രമേ അവൻ അവളെ സ്വീകരിക്കുകയുള്ളൂ എന്ന്. ശിവയുടെ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം പോലും രജിത ഒരല്പം പോലും ചിന്തിച്ചില്ല. സ്വന്തം മക്കളെ താൻ എങ്ങനെ വേർപിരിയും, എങ്ങനെ അവരുമായി പിരിഞ്ഞു ജീവിക്കും? അങ്ങനെ യാതൊരു ചിന്തയും അവളുടെ മനസ്സിൽ തോന്നിയതേയില്ല. അവൾക്ക് അവളുടെ കുടുംബത്തെയും കുട്ടികളെയും കാൾ വലുത് ആ സമയം ശിവയായിരുന്നു. അവനോടൊപ്പം ജീവിച്ചാൽ മതി എന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു രജിത. ഇത്രയും ദിവസത്തെ തൻ്റെ നരക ജീവിതം പ്രകാശം കാണും എന്നായിരുന്നു അവൾ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ അവൾ ഒരു പദ്ധതി ഉണ്ടാക്കി. 2025 മാർച്ച് മാസം 27 രാത്രി ചിന്നയെ ജോലിക്ക് പോയതിനു ശേഷം രജിത തൻ്റെ ഭയാനകമായ പദ്ധതി നടപ്പിലാക്കി. കുട്ടികൾക്ക് ഭക്ഷണം നൽകിയ ശേഷം അവൾ അവരെ ഓരോരുത്തരെയായി വിളിച്ച് ഒരു തൂവാല കൊണ്ട് സ്വന്തം കുട്ടികളെ കഴുത്ത് ഞെരിച്ചു. ആദ്യം സായ് കൃഷ്ണ, പിന്നീട് മധുപ്രിയ, ഒടുവിൽ ഗൗതം. ആ കുട്ടികൾക്ക് ഒന്ന് എതിർക്കാൻ പോലും സാധിച്ചില്ല. മുൻപിലുള്ളത് സ്വന്തം അമ്മയാണ്. ആ കുഞ്ഞുങ്ങളുടെ ശരീരം വേദന കൊണ്ട് പുളയുമ്പോഴും ഒന്ന് അലറി വിളിക്കാൻ പോലും ശബ്ദം പുറത്തു വരാതെ കഷ്ടപ്പെടുമ്പോഴും അവളുടെ കണ്ണിൽ കാരുണ്യത്തിന്റെ, ദയയുടെ ഒരു അംശം പോലും ഇല്ലായിരുന്നു. ഒരല്പം പോലും എതിർക്കാൻ സാധിക്കാതെ ആ മൂവരും അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരാളുടെ ഇരയായി മാറി. അവസാനം 3 പേരും മരിച്ചുവെന്ന് അവൾ വീണ്ടും ഒന്നുകൂടെ ഉറപ്പുവരുത്തി. ഇനി ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. 3 പേരും സ്വാഭാവികമായി മരിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു കള്ളം കണ്ടുപിടിക്കണം. ആ ഒരു കള്ളം അവൾ നേരത്തെ കണ്ടുവച്ചിരുന്നു. കുറ്റകൃത്യം മറച്ചുവെക്കാൻ അവൾ രോഗിയാണെന്ന് നടിച്ച് ഭക്ഷ്യ വിഷബാധ എന്ന നാടകം കളിച്ചു. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് വൈകുന്നേരം തന്നെ തൻ്റെ പദ്ധതിയെക്കുറിച്ച് അവൾ ശിവയോട് പറഞ്ഞിരുന്നു. എന്നാൽ അവൻ അവളെ ഒരല്പം പോലും തടയാൻ ശ്രമിച്ചില്ല. 3 മക്കളെയും കൊല്ലുന്നതിനെ കുറിച്ചുള്ള പദ്ധതി പറഞ്ഞപ്പോൾ അയാൾ ആ പദ്ധതി പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് അവളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ അയാളും ഈ ഒരു കുറ്റകൃത്യത്തിൽ കുറ്റവാളിയായി മാറി. ഇതെല്ലാം കേട്ട് പോലീസിന് അവളോട് വല്ലാത്ത വെറുപ്പ് തോന്നി. ശിവയുമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിസാരമായ ഒരു വിവാഹമോചനം നേടിയാൽ പോരെ. വിവാഹമോചനം തേടാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, നിയമ നടപടികൾ വളരെ നീണ്ടതും സങ്കീർണവുമാണ്. ശിവയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തനിക്ക് ക്ഷമയില്ല എന്നുമാണ് ആ ഒരു പിശാച് പറഞ്ഞത്. ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവനോടൊപ്പം സ്വതന്ത്രമായി സമയം ചിലവഴിക്കാൻ വേണ്ടി അവൾ തൻ്റെ കുട്ടികളെല്ലാം ആദ്യം ഇല്ലാതാക്കി. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവയെല്ലാം നന്നായി പോയാൽ
തുടർന്ന് ഭർത്താവിനെയും കൊല്ലണമെന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ അവളുടെ സ്വപ്നങ്ങളൊന്നും അവിടെ നടന്നില്ല. 2025 ഏപ്രിൽ മാസം 3-ന് ശിവയോടൊപ്പം രജിതയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സാംഗറെഡ്ഡി ജില്ലയിലേക്ക് അയച്ചു. ഈ ഒരു കേസ് ഇപ്പോഴും നടക്കുന്നത് കൊണ്ട് ഇവർക്കായിട്ടുള്ള ശിക്ഷ ഇതുവരെയും വന്നില്ല. പക്ഷേ ഇതിൽ ചിന്നയുടെ അവസ്ഥ വല്ലാത്തൊരു തകർന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. തൻ്റെ 3 മക്കൾ തൻ്റെ കൺമുൻപിൽ ഇപ്പോൾ ഇല്ല. സംഭവിച്ചതെല്ലാം സത്യമാണോ സ്വപ്നമാണോ എന്ന് വേർതിരിച്ചറിയാൻ പോലും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നില്ല. ഇനി താൻ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും, എന്തിനു വേണ്ടി ജീവിക്കും, ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ഒരു ക്രൂരമായ രാത്രിയിൽ തൻ്റെ ജീവിതം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നശിപ്പിച്ചത് സ്വന്തം ഭാര്യയും. ഇത് വെറുമൊരു കുറ്റകൃത്യമല്ല, ഏറ്റവും ആഴത്തിലുള്ള ഒരു വഞ്ചനയാണ്. ഒരു അമ്മ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ജീവിതങ്ങളെ തന്നെ യാതൊരു ദയയും കൂടാതെ കൊന്നൊടുക്കി. അതും വെറുതെ ഒരു നിമിഷത്തിൽ തോന്നിയ ഒരു ചിന്തയിലോ ഒരു ഭ്രാന്തിലോ ചെയ്തതൊന്നുമല്ല, മറിച്ച് ബോധപൂർവമായ ആസൂത്രണത്തിലൂടെയായിരുന്നു അവരിതെല്ലാം ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. കോടതി അവർക്ക്, പ്രത്യേകിച്ചും അവൾക്ക്, മരണശിക്ഷ നൽകണം എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അവൾക്ക് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിനാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.